ആഗ്രഹങ്ങൾ സാധിക്കാൻ ഇപ്പോൾ നമ്മൾ ഒരുപാട് ജ്യോതിഷന്മാരെ കാണുന്നുണ്ട് അല്ലേ? ഒരുപാട് പ്രശ്നങ്ങൾ മനുഷ്യ ജീവിതത്തിൽ വരുന്നുണ്ട്. പലരെയും കാണുന്നു, പലരെയും ആശ്രയിക്കുന്നു. പക്ഷേ അവിടെയൊക്കെ കൈവിട്ട് പോകുന്ന അവസ്ഥ പലർക്കും വരാറുണ്ട്. നമുക്ക് നിരന്തരം വരുന്ന കോളുകൾ, ഒത്തിരി കോൾസ് വരാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന കോൾസിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫേസ് ചെയ്യുന്ന ഡൈവേഴ്സാണ്, അല്ലെങ്കിൽ കേസായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നമായിരിക്കാം, ജോലി കിട്ടാതിരിക്കാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ വിശ്വസിക്കുന്ന ജ്യോതിഷനെ പോയി കാണുന്നു, എല്ലാം ശരിയാവുമെന്ന് പറയും, പക്ഷെ ഒന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടത് ഒന്ന് പറഞ്ഞു കൊടുക്കാമോ അമ്മേ? നമസ്കാരം. അപ്പോൾ നമ്മുടെ ഒരു ജാതകം, നമ്മളിപ്പോൾ ഒരു ജാതകം ഉണ്ടാവുമല്ലോ, ആ ജാതകം ഉള്ളതുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ ജാതകമുള്ള ഒരു ജാതകം നോക്കുമ്പോൾ അതിനകത്ത് കേസരി യോഗം എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ ഒറ്റ കേസരി യോഗം ഉണ്ട് കേട്ടോ, രുചക പഞ്ചമഹായോഗങ്ങളൊക്കെ കേസരി യോഗം, രുചകം ഒക്കെ ഉണ്ട് കേട്ടോ, മാളവയോഗം ഉണ്ട്, നിങ്ങൾ ഓക്കെ കേട്ടോ പറയും. പക്ഷേ നമ്മളെ ഡീപ്പായിട്ട് പോകണം, വെറുതെ നോക്കിയിട്ട് കാര്യമില്ല. ഡീപ്പായിട്ട് പോകുമ്പോൾ ഈ വ്യാഴം റിട്രോവൻ്റ് ആയിരിക്കാം. അതെ, റിട്രോവൻ്റ് ആകുമ്പോൾ അപ്പോൾ അതിന് ഫലം കിട്ടില്ല. അപ്പോൾ രണ്ട് രാശികളിലാണ് വരിക, വ്യാഴവും ചന്ദ്രനും രണ്ട് രാശികളാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പൂരാട നക്ഷത്രക്കാരൻ മിഥുന ലഗ്നത്തിൽ ജനിച്ചു. മിഥുന ലഗ്നം എന്ന് പറയുമ്പോൾ സൂര്യോദയം കഴിഞ്ഞിട്ട് നമ്മൾ ജനിക്കുന്ന സമയം. അപ്പോൾ അവൻ്റെ ഭർത്താവ്, ആളുടെ ഭർത്താവ് നല്ല മനുഷ്യനായിരിക്കണം, നല്ലതായിരിക്കും. കാരണം കേസരി യോഗം ധനികനായിരിക്കാം, അവിടെ ഒരു കുളികനുണ്ടെന്ന് വിചാരിക്കുക, ധനികനാണെന്ന് പറഞ്ഞു. എല്ലാ ജ്യോത്സ്യന്മാരും പറഞ്ഞു ഇവർക്ക് നല്ല ഭർത്താവ് ഉണ്ടാവും, ഉടനെ വിവാഹം നടക്കും, ധനികനായിരിക്കും ആണെന്ന് പറഞ്ഞു. പക്ഷെ കല്യാണം നടക്കണില്ല. 35 വയസ്സായിട്ടും കല്യാണം നടക്കണില്ല. എന്താണ് കാരണം? പ്രശസ്തരായ എല്ലാവരുടെ അടുത്ത് പോയിട്ട് നടക്കണില്ല. അപ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ കുട്ടിയുടെ, ഞാൻ ഞങ്ങളുടെ കുറ്റം ചെയ്ത മാതിരി ചോദിക്കണത്, എൻ്റെ കുട്ടിയുടെ കല്യാണം നടക്കാത്ത കാരണം എന്താ? പെൺകുട്ടിയാണ്, 35 വയസ്സായി. ഞങ്ങൾ പോവാത്ത ജ്യോത്സ്യന്മാരല്ല, പോവാത്ത അമ്പലങ്ങളില്ല, ചെയ്യാത്ത പൂജകളില്ല, ഈ പറയുന്ന തിരുമാന്താക്കൊന്നും ചെയ്തു, നമ്മുടെ തിരുവഞ്ചിക്കുളത്തൊക്കെ ചെയ്തു, നടക്കണില്ല. എന്താ കാരണം? നിങ്ങൾ ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു കൊടുത്ത മാതിരിയാണ് പറയണത്. നമ്മൾ ജാതകം കാണട്ടെ, എൻ്റെ ജാതകത്തിൽ കണ്ടോ? അപ്പോൾ അവരും കുറച്ച് കേട്ട് പഠിച്ചു. എല്ലാവരും പറഞ്ഞു കേട്ടതാണ് കേസരി യോഗമുണ്ട്, മകൾക്ക് കണ്ടോ 7-ാം ഭാവത്തിൽ കേസരി യോഗമുണ്ട് കണ്ടോ. പിന്നെ എന്തുകൊണ്ട് ധനികനായ ഭർത്താവ് വരേണ്ടതല്ലേ, എന്തുകൊണ്ട് വന്നില്ല? അപ്പോൾ നമ്മൾ നോക്കട്ടെ ജാതകം, നിങ്ങൾ തിരക്കുടിച്ചിട്ട് കാര്യം നമ്മൾ നോക്കണം. നോക്കിക്കഴിഞ്ഞപ്പോൾ എന്താണ്, ഈ വ്യാഴം റിട്രോവൻ്റാണ്. അപ്പം വ്യാഴം വന്ന് 7-ാം ഭാവാധിപൻ 6ലാണ് നിൽക്കുന്നത്. അപ്പോൾ വിവാഹത്തിന് തടസ്സവും താമസവും ഉണ്ടാവും. 7-ാം ഭാവമാണ് കല്യാണം. 7-ാം ഭാവാധിപൻ കാണുമ്പോൾ നേരെയാണെങ്കിലും അത് വക്രത്തിൽ റിട്രോവൻ്റാണ് നിൽക്കുന്നത്. അപ്പോൾ കല്യാണം എങ്ങനെ നടക്കും? ഒന്ന്, എന്തുകൊണ്ട് കല്യാണം നടക്കുന്നില്ല? അവിടെ കുളിക നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കുടുംബത്തിൽ ദുരിതമുണ്ട്, അവിടെ ഒരു ബ്രാഹ്മണ ശാപമുണ്ട്, അത് വലിയ ശാപമാണത്, ബ്രാഹ്മണ ശാപമുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും? സിമ്പിൾ മെത്തേഡ്, വലിയ മെത്തേഡാണെങ്കിൽ ഒരുപാടുണ്ട്. സിമ്പിൾ മെത്തേഡാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പ്രതിഷ്ഠയുള്ള ബ്രഹ്മരക്ഷത്തിന് പാൽപ്പായസം കഴിക്കുക. അപ്പോൾ ഇത്രയും വയസ്സായി, ഒരു കാര്യം, ഒരു വർഷത്തേക്ക് നിങ്ങൾ പാൽപ്പായസം കഴിക്കും, മാറ്റം വരും, ഉറപ്പായിട്ടും വരും. പക്ഷെ അത് വിശ്വസിക്കണം. ഞാൻ ഈ പാൽപ്പായസം കഴിച്ച് നടക്കും. അതെന്തോ അവർ പറഞ്ഞു, ഞാനെന്തോ ചെയ്തു, നടക്കില്ല. അവരെന്തോ പറഞ്ഞു, ഞാൻ ചെയ്തു, അവിടെ കൊണ്ടുവച്ചു, കഴിഞ്ഞു. പക്ഷെ നമ്മൾക്കിത് നടക്കും. ഈ വഴിപാട് ചെയ്താൽ എൻ്റെ കുട്ടിയുടെ വിവാഹം നടക്കുന്ന ആത്മാർത്ഥമായി ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാവരും നാമം ചെല്ലാമറുണ്ട്, എല്ലാവരും നാമം ചെല്ലും. ലളിതാ സഹസ്രനാമം ദിവസവും വായിക്കുന്നു പറയുന്നുണ്ട് എല്ലാവരും. ഞാൻ ലളിതാ സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം എല്ലാം ചോദിക്കുന്നുണ്ട്. പക്ഷേ എനിക്കൊന്നുമില്ല. എന്താ ഞാൻ ചോദിക്കപ്പോൾ, ഈ ലളിതാ സഹസ്രനാമം തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാവും, ലാസ്റ്റ് ഇവിടെ ഉണ്ടാവുമോ? എവിടെയും പോകാറില്ല. അങ്ങനെയല്ല, മനസ്സ് പോകാറില്ലേ? പലയിടത്തും പോകും ഇല്ലേ, പല കാര്യങ്ങളും ചിന്തിക്കും. പക്ഷെ അങ്ങനെ പാടില്ല. ഒരു വരി ജപിച്ചാലും അത് ആത്മാർത്ഥത്തോടെ ശ്രദ്ധയോടെ ജപിക്കണം. ഒരു വഴിപാട് ഒരാൾ പറഞ്ഞ് ചെയ്യുമ്പോൾ അവിടെ തൊഴണം. ഓൺലൈൻ കൊടുക്കും 41 ദിവസം പുഷ്പാഞ്ജലി, ഒരു കാര്യമില്ല. നമ്മൾ അവിടെ പോയി നിന്ന് പ്രാർത്ഥിച്ചാൽ മാത്രമേ ഫലമുള്ളൂ. ഈ പുഷ്പാഞ്ജലി കഴിപ്പിക്കുമ്പോൾ നമ്മൾ അടുത്ത് നിൽക്കുക. പുഷ്പാഞ്ജലി കഴിച്ചില്ലെങ്കിൽ വേണ്ടില്ല, ഭഗവാന്റെ അടുത്ത് തൊഴുത് നിൽക്കുക. ഒരു നിമിഷമെങ്കിലും ഗുരുവായൂർ നിന്ന് നിൽക്കാൻ പറ്റും. സാധാരണ നാട്ടുപുറത്ത് അമ്പലത്തിൽ നിൽക്കാൻ പറ്റും. നിന്ന് ഭഗവാനും നമ്മൾ ഒന്നാണ്, ഞാൻ തത്വമസി, ഞാനും നീയും ഒന്നാണെന്ന ചിന്ത വരണം. ഭഗവാന്റെ സാന്നിധ്യം നമ്മളിലേക്ക് വരണം, എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ ശബരിമല തത്വമസി എന്ന തത്വമസി, ഞാനും നീയും ഒന്നാണ്, അതായത് ഭഗവാനും ഞാനും ഒന്നാണ് എന്ന ചിന്ത മനസ്സിൽ വരണം. അല്ല ഭഗവാൻ ശരിയാണ്, ഞാനൊരു 1100 പുഷ്പാഞ്ജലി കഴിച്ചു, ഒരു കാര്യമില്ല. ഭഗവാന് കാശ് വേണ്ട. പൈസ വിടുന്നത് ദേവസ്വംകാർക്കും ജീവനക്കാർക്കും വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ പൈസ കൊടുക്കുന്നത്. അപ്പോൾ പൈസയിലല്ല കാര്യം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ ചായ ഉണ്ടാക്കി, എന്തെങ്കിലും ആലോചിച്ച് ചായ ഉണ്ടാക്കി ശരിയാവുമോ? ഇല്ല, ഒരു സ്വാദും ഉണ്ടാവില്ല. നമ്മളെ ചായയാണ് ഈ മര്യാദയ്ക്ക് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുണ്ടാക്കിയാൽ മാത്രമേ ശരിയാവൂ. അല്ലെങ്കിൽ ബൈ എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റും. എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധയോട് ചെയ്തില്ലെങ്കിൽ ഒരു കാര്യമില്ല. ശരിയല്ലേ?
അത് തന്നെയാണ് ഈ വലിക്കില്ല. പിന്നെ ഇത് വിശകലനം ചെയ്ത് ശ്രദ്ധിക്കണം. ജാതകം ഒരാളുടെ വിശകലനം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇത് റിട്രോവൻ്റ് ആണോ എന്ന്. അപ്പം ശനി നീചത്തിലാണ് ഒരാൾക്ക് വിചാരിക്കാം. തുലാം രാശിക്കാരൻ 7ാം ഭാവത്ത് ശനിയാണ്. ആളുടെ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. പക്ഷേ ഇയാൾക്ക് വിവാഹ ജീവിതം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കുന്നു. ഇതെന്തുകൊണ്ട്? അതിനടുത്ത് കണ്ടിട്ടുണ്ട് പ്രശസ്തനായ ഇവർക്ക് വിവാഹ ജീവിതം ബുദ്ധിമുട്ടാണ്, പക്ഷേ ഇയാൾ വിവാഹം കഴിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നു. എന്താ കാരണം? കാരണം ഈ ശനി റിട്രോവൻ്റാണ്. അപ്പോൾ ശനി റിട്രോവൻ്റാണ് ഈ പെറോട്ടയ്ക്കാണ് പോവുക. പെറോട്ടയ്ക്ക് പോകുമ്പോൾ മീനൻ രാശിയിലേക്ക് വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇയാൾക്ക് ദോഷം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഉണ്ടാവില്ലല്ലോ, വിവാഹം നടക്കും. അപ്പം അങ്ങനെ ഈ ജാതകം പെട്ടെന്ന് കിട്ടുമ്പോൾ ഒറ്റയടിക്കൊന്നും കണ്ണടച്ച് പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ വിശകലനം ചെയ്ത് നോക്കിയിട്ട് വേണം പറയാനായിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫലങ്ങൾ തെറ്റായിരിക്കും. അതെ. ഈ സാധാരണ ജ്യോതിഷന്മാരുടെ അടുത്തേക്ക് ഒരു സാധകൻ അല്ലെങ്കിൽ ഒരു ഫാമിലി പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങൾ നോക്കാനാണ് പോകുന്നത്. ജാതകം കയ്യിലുണ്ടാകാം, ഇല്ലാതിരിക്കാം, ചിലപ്പം പ്രശ്നം വെച്ച് നോക്കാം, പ്രശ്ന രൂപേണയായിരിക്കാം. അപ്പോൾ ചില ജ്യോതിഷന്മാർ ഈ പറയുന്ന രാശിക്കുണ്ടലി മാത്രമായിരിക്കും നോക്കുക. ചിലർ നവാംശം ഉൾപ്പെടെ നോക്കും. ചിലവരാണെങ്കിൽ പൂർണ്ണമായിട്ടും ഏത് അയനാംശയാണ്, ഏത് കാൽക്കുലേഷൻ, എല്ലാം പൂർണ്ണമായിട്ട് കാൽക്കുലേഷൻസ് ഒക്കെ എടുത്ത് ഈ ഷഡ്ബലം ഉൾപ്പെടെ എല്ലാം നോക്കി പൂർണ്ണമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം വേണം ഒരു ജാതക വിശകലനം ചെയ്യാൻ. അപ്പോൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോഴും എല്ലാവർക്കും വേണ്ട സിമ്പിൾ മെത്തേഡാണ്, വളരെ പെട്ടെന്ന് ജീവിതം കാരണം സമയമില്ല എന്നുള്ളതാണ്. അപ്പം ഈ അങ്ങനെയുള്ളവർക്കമ്മേ എന്താണ് വളരെ പെട്ടെന്ന് ജീവിതം രക്ഷപ്പെടാനൊരു മാർഗം? ഏതെങ്കിലും ദേവനെയോ ദേവിയോ നമ്മൾ ഉപാസിച്ചാലോ പോയി കണ്ടാലോ പെട്ടെന്ന് ജീവിതം അടുത്ത തലങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? ജാതകത്തിൽ ദോഷമുണ്ടെങ്കിൽ നമ്മൾ ഭജിക്കേണ്ടത് ഹനുമാൻ സ്വാമി. എല്ലാ നക്ഷത്രങ്ങളെയും എല്ലാ രാശികളെയും ഭരിക്കാനുള്ള അദ്ദേഹത്തിനുള്ളൂ. എല്ലാ ഗ്രഹങ്ങൾക്കും അതീതനാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലീസില്ല, അങ്ങനെ ആത്മാർത്ഥത്തെ പ്രാർത്ഥിക്കുക, ഭഗവാനെ അങ്ങോട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക, കാര്യങ്ങളൊക്കെ നടക്കും. അവർ രാമരാമ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കുക. തീർച്ചയായിട്ടും അവരുടെ ജാതകദോഷമൊക്കെ മാറും. സമയദോഷം, ജാതദോഷം, എല്ലാ ദോഷവും മാറ്റാൻ ഹനുമാൻ സ്വാമിക്ക് പറ്റുള്ളൂ. ഹനുമാൻ സ്വാമിക്ക് പ്രാർത്ഥിക്കുക, ഹനുമാൻ ദർശനം നടത്തുക. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കാൻ ഏറ്റവും വലുത്. വീട്ടിൽ നിന്നിച്ചിട്ട് ഹനുമാനിന്ന് കൊണ്ടുവയ്ക്കണ്ട. ഹനുമാൻ സ്വാമിക്ക് ഭയങ്കര ശുദ്ധം വേണം, അങ്ങനെ എല്ലായിടത്തും വന്ന് ഇരിക്കുകയൊന്നുമില്ല. പക്ഷെ നമ്മൾ മനസ്സിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഭഗവാന് അതിന് വേണ്ടിയിട്ടാണല്ലോ പട്ടാഭിഷേകത്തിലെ ഫോട്ടോ വെച്ചാൽ മതി, അതിന് ഹനുമാനുണ്ട്. ഹനുമാൻ സ്വാമി പ്രാർത്ഥിച്ചാൽ ഏത് ജാതകദോഷങ്ങളും മാറിക്കിട്ടും. ജാതകമൊന്നും വിഷയമല്ല, അത്ര പവർഫുള്ളാണ് ഹനുമാൻ സ്വാമി. അപ്പോൾ അമ്മ ഈ ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഈ ദോഷങ്ങൾ മാറും. ഈ ശനി പോലും ഹനുമാൻ സ്വാമിയെ തൊട്ടിട്ടില്ല എന്നുള്ളതാണല്ലോ. അപ്പോൾ ഈ ചില നക്ഷത്രങ്ങളിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഈ രാജയോഗമോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ പറയുക മാളവിക യോഗമോ, ഇങ്ങനെ ഏത് യോഗങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ അത് അവർക്ക് അനുഭവിക്കാനുള്ള യോഗങ്ങളില്ല. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? അത് നിൽക്കുന്ന രാശി കറക്റ്റായുള്ളതുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് റിട്രോവൻ്റ് ഒക്കെ ആയിരിക്കും. ഇപ്പോൾ നോക്കുമ്പോൾ കേസരി യോഗമുണ്ട്, റിട്രോവൻ ചൊവ്വ നല്ലതാണ്, പക്ഷെ നോക്കുമ്പോൾ റിട്രോവൻ്റ് ആയിരിക്കും. പക്ഷെ അപ്പോൾ ഈ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 34ാമത്തെ വയസ്സിൽ രാജയോഗം ഉണ്ടെന്നോ മാളവിക യോഗം ഉണ്ടെന്നോ ജാതകത്തിൽ കാണുന്നു. അപ്പോൾ ആ സമയത്ത് ഈ പറയുന്ന പ്ലാനറ്റ് റിട്രോഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ നേരത്തെ ഒരു ജ്യോതിഷനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനൊരു പ്രിക്കോഷൻ എടുത്ത് ആ യോഗം അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ? ഉണ്ടാക്കാൻ പറ്റും. അതിന് ആ ദേവനെ പ്രാർത്ഥിക്കണം. ഇപ്പം കേസരി യോഗം എന്ന് പറഞ്ഞു, വ്യാഴം റിട്രോവൻ്റ് ആണ്. വ്യാഴം 6ൽ കൊള്ളില്ല, ശത്രുദോഷ വന്നേക്കണത്. അപ്പോൾ നമ്മൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, കൃഷ്ണനെ പ്രാർത്ഥിക്കുക, കൃഷ്ണക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, ഓം നമോ നാരായണ രാവിലെ 100 പ്രാവശ്യം, ഇതൊക്കെ ചെയ്യും മാറ്റം വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും നേരത്തെ തന്നെ പ്രിക്കോഷൻസ് എടുത്ത് ഒരു ജ്യോതിഷനെ കണ്ട് വ്യക്തമായി വിശകലനം ചെയ്തതിന് ശേഷം നമ്മളത് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്കത് അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അങ്ങനൊരു യോഗം ഉണ്ടാകട്ടെ. നല്ലൊരു ജ്യോതിഷിയെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. നന്ദി. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.